മോദി ഒന്ന് കാണാനെങ്കിലും പറ്റണേന്നാ പറയാറ്. വീട് തോറും പോകുന്ന സമയത്ത് മോദിജി, അതായത് മോദിജിന്റെ പിക്ചർ, അതാണ് എല്ലാവർക്കും കൂടുതലായിട്ട് ഇതാവുന്നത്. മോദിജിന്റെ പിക്ചർ കണ്ട BJPക്ക് വോട്ട് ചെയ്യുന്ന ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും ആ ഒരു എളിമ കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് മോദിജി. അതുപോലെ തന്നെ എന്താവശ്യം വന്നാലും അവർക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ലോക ആരാധ്യനല്ലേ, അദ്ദേഹം ഋഷിവര്യനാണ്. ഈ ആൾക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിൽ കൊടുത്താൽ നരേന്ദ്രമോദിജി എന്നല്ല ആർക്കും ഫാൻ കൂടും. അതാണ് നരേന്ദ്രമോദി ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ എവിടെ ചെന്നാലും അത് നമുക്ക് മോദിജി ഫാൻസ്. അദ്ദേഹം ഋഷി തുല്യനാണ്, സന്യാസിയാണ് അദ്ദേഹം. അപ്പൊ അതിന്റെ ഒരു പ്രസരിപ്പ് ലോകം മൊത്തം ഉണ്ടാവും. നരേന്ദ്രമോദി മോന്റെ കാശ് കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് ബാങ്കിൽ വരുന്ന അമ്മമാരുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചിരിക്കുകയാണ്. അദ്ദേഹം നമ്മളിൽ എത്തിച്ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏത് തട്ടിലാണ് വേണ്ടുന്നത് ആ തട്ടിലേക്ക് കറക്റ്റായിട്ട് അവർക്ക് നേരിട്ടെത്തിക്കുന്ന രീതിയിൽ അത്തരം പദ്ധതികൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ. അഴിമതിയില്ല. ജനങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ എംബ്രേസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരുപാട് മോദി ഫാൻസ് ഇങ്ങനെ കൂടി വരുന്നുണ്ടല്ലോ. ഒരു പക്ഷേ പാർട്ടിയൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന യുവജനങ്ങൾ പോലും ഇപ്പോൾ മോദി മോദി എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അത്രയും വികസിതമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനോട് യുവാക്കളും അവരുടെ സപ്പോർട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പം 23-ാം തീയതി മോദി ഇവിടെ വരുന്നുണ്ടല്ലോ, തിരുവനന്തപുരത്ത് വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നേരിട്ട് മറ്റു പാർട്ടികളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഏറ്റവും മുന്തിയ നേതാവൊന്നും വരുന്ന പതിവില്ല. BJP അതെല്ലാം തെറ്റിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ നോക്കി? അതിപ്പോ ഇന്ന് കണ്ടില്ലേ, അതിന് ഡബിൾ ആയിരിക്കും. ആരാധകർ, നല്ല വ്യക്തിത്വം, നല്ല ലോകരാജ്യങ്ങളുടെ മുന്നിലൊക്കെ നല്ല തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിത്വം തന്നെയാണ് ഫാൻസ് കൂടെയുള്ള കാരണം. ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുപോലെ ആകണം എന്നല്ലേ നമ്മൾ പ്രതീക്ഷിച്ചത്? തീർച്ചയായിട്ടും ഇതേപോലെ ആവണ്ടേ പ്രധാനമന്ത്രി. ഇപ്പോഴല്ലേ പ്രധാനമന്ത്രി ഉള്ളതായിട്ട് അറിയുന്നത്, മറ്റേ അറിയില്ലല്ലോ. അപ്പം മാറാത്തത് മാറുമല്ലേ? തീർച്ചയായിട്ടും മാറണം. നമ്മുടെ അതും കൂടി മോദിജി എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ്. വീട് തോറും പോകുന്ന സമയത്ത് മോദിജി, അതായത് മോദിജിന്റെ പിക്ചർ, അതാണ് എല്ലാവർക്കും കൂടുതലായിട്ട് ഇതാവുന്നത്. മോദിജിന്റെ പിക്ചർ കണ്ട BJPക്ക് വോട്ട് ചെയ്യുന്ന ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വീണ്ടും തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. നിയമസഭ തെരഞ്ഞെടുപ്പ് അതിന് റിസൾട്ട് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. മോദിജി എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അവർക്ക് ചെയ്യാൻ പാടില്ല, ഇവർക്ക് ചെയ്യരുതെന്നുള്ള അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യുക. പുള്ളിക്ക് വന്നിട്ട് ഹിന്ദു മാത്രം ചെയ്യണം, അല്ല ക്രിസ്ത്യൻ, അങ്ങനെ ഒന്നുമില്ല. പുള്ളി എല്ലാവർക്കും ഒരുപോലെ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാവർക്കും മോദിജീനെ ഭയങ്കര ഇഷ്ടം. മാധ്യമങ്ങൾ നുണ പറയുമെങ്കിലും ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മോദിന് ഇത്ര ഇഷ്ടം എല്ലാവർക്കും? പ്രവർത്തനങ്ങൾ, അത്രയ്ക്കധികം വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് നമ്മുടെ ഇടയിലേക്ക് എത്തണം. തിരുവനന്തപുരം ആദ്യത്തിന് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അടുത്ത് നമുക്ക് കേരളം മൊത്തം കേരളത്തിന്റെ വികസനമാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും BJP സർക്കാരിലൂടെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഉണ്ട്. മോദി ഒന്ന് കാണാനെങ്കിലും പറ്റണേന്നാ പറയാറ്. ഇഷ്ടമാണ്. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അതായത് 2 വർഷം ഞാൻ എൻ്റെ ബിരുദാനന്തര വിദ്യാഭ്യാസ കാലയളവിൽ മോദിജിയുടെ മണ്ഡലമായിട്ടുള്ള വാരണാസിയിലാണ്. അപ്പം ലോക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ മോദിജിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരുടെ കൂടെയാണ് 2 വർഷം ഞാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടുത്തെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്രയും വലിയൊരു നേതാവായിട്ട് പോലും ലോക്കൽ, അതായത് അവരെ ജയിപ്പിച്ച അത്ര ആൾക്കാരോട് എപ്പോഴും ആ ഒരു സ്നേഹവും എപ്പോഴും ആ ഒരു എളിമ കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് മോദിജി. അതുപോലെ തന്നെ എന്താവശ്യം വന്നാലും അവർക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്ന ഒരു നേതാവാണ്. എപ്പോഴും ഒരു ഡയറക്റ്റ് ലിങ്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെൻറ്റിലും ഏതൊരു വികസന പദ്ധതികളിലും മോദിയുടെ ഒരു കയ്യൊപ്പ് അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിട്ട് തോന്നി. ഇപ്പം ഞാനൊരു വാർഡ് മെമ്പർ ആയിരിക്കുമ്പോഴും എനിക്കെപ്പോഴും ആ ഒരു ഇൻസ്പിറേഷനാണ് എന്നെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പം തീർച്ചയായിട്ടും ഞാനും എൻ്റെ വാർഡിലെ ജനങ്ങളോടൊപ്പം എല്ലാത്തിനും കാണുമെന്ന് ഉറപ്പ് നൽകുന്നു. അദ്ദേഹം ലോക ആരാധ്യനല്ലേ, അദ്ദേഹം ഋഷിവര്യനാണ്. അപ്പം സ്വാമി വിവേകാനന്ദൻ എങ്ങനെയാണോ ലോകത്ത് അറിയപ്പെട്ടത്, അതേപോലെ നരേന്ദ്രമോദിജി അറിയപ്പെടും. അദ്ദേഹം ഋഷി തുല്യനാണ്, സന്യാസിയാണ് അദ്ദേഹം. അപ്പൊ അതിന്റെ ഒരു പ്രസരിപ്പ് ലോകം മൊത്തം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. നരേന്ദ്രമോദി പ്രവർത്തനങ്ങളുണ്ട്. തീർച്ചയായിട്ടും. താങ്കൾക്ക് എന്താണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മോദിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം, റോഡ്, റെയില്, പിന്നെ വിദേശകാര്യം, സ്പേസ് രംഗത്ത്, എല്ലാ ഭാഗത്തും ഏത് രംഗത്തെടുത്താലും അതിൻ്റെതായ പുരോഗതി നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിക്കണം, നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ, സാധാരണപ്പെട്ട ആളുകളെ എല്ലാം അടുപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിച്ചു കൊണ്ടുപോകുന്നത്. ഈ ആൾക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിൽ കൊടുത്താൽ നരേന്ദ്രമോദിജി എന്നല്ല ആർക്കും ഫാൻ കൂടും. അതാണ് നരേന്ദ്രമോദി ചെയ്യുന്ന ഒരു കാര്യം. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏത് തട്ടിലാണ് വേണ്ടുന്നത് ആ തട്ടിലേക്ക് കറക്റ്റായിട്ട് അവർക്ക് നേരിട്ടെത്തിക്കുന്ന രീതിയിൽ
അത്തരം പദ്ധതികൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ അഴിമതിയില്ല. 1 രൂപ കൊടുത്താൽ 1 രൂപ 10 പൈസയായിട്ട് ജനത്തിന് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ എംബ്രേസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാ പദ്ധതികളുടെയും ഈ പറയുന്ന തുകകളായാലും ജനങ്ങളുടെ കയ്യിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിലാണ് BJP ക്രമീകരിച്ചിരിക്കുന്നത്. അതൊക്കെ ജനങ്ങളിൽ മാറ്റം വരുത്തുന്നു 100%. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ശില്പശാല കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ അത് ജനങ്ങളുടെ അക്കൗണ്ടുമായിട്ട് നേരിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്നുകിൽ ഒരാഴ്ച അല്ലെങ്കിൽ 11 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് വരത്തക്ക രീതിയിലുള്ള പുതിയ സംവിധാനം കൊണ്ടുവന്നതാണ് ഇവിടുത്തെ LDF-നെ UDF-നെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നരേന്ദ്രമോദി മോൻ്റെ കാശ് കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് ബാങ്കിൽ വരുന്ന അമ്മമാരുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചിരിക്കുകയാണ്. മാറാത്തത് മാറും അല്ലേ? മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ മാറ്റം. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കണം. ഞങ്ങളൊക്കെ സാധാരണ ജനങ്ങളാണ്. സാധാരണ ജനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക, ഞങ്ങളെ കൊണ്ടാവുന്നത് പരിശ്രമിക്കുക. ഇത് തന്നെയാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഡൈഹാർഡ് മോദി ഫാൻസാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഞങ്ങൾ ഏതൊരു നിർദ്ദേശവും ഞങ്ങളുടെ ഹൈക്കമാൻഡ് തരുന്നത് ഏത് രീതിയിലും അനുസരിച്ച് ഇവിടെ വന്ന് അതിനുള്ള എല്ലാ പ്രവൃത്തികളിലും ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ 4-ാം ദിവസമാണ് ട്രിവാൻഡ്രത്ത്. അദ്ദേഹം നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് വരുന്നെങ്കിലും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഫാനാണ്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് മോദി ഫാൻസ് ആണ്, അങ്ങനെ പറയാറുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും അത് നമുക്ക് മോദിജി ഫാൻസ് ഇപ്പം കോളേജ് ആവട്ടെ കുട്ടികളിലാവട്ടെ ആരോട് ചോദിച്ചാലും നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം മോദിജി തന്നെയാണ്. അദ്ദേഹം നമ്മളിൽ എത്തിച്ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്ത്യ തീർച്ചയായിട്ടും വന്നിരിക്കും. അദ്ദേഹം വയ്ക്കുന്ന പല പല ആശയങ്ങളും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉതകുന്ന തരത്തിലുള്ള ആശയങ്ങളും നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ഓരോ വികസന പദ്ധതികൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു വികാരമായി കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ ഒരു ഇത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയതോടുകൂടെ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പൾസ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. തിരുവനന്തപുരം നരേന്ദ്രമോദി ഫാൻ ആണ്. അത് ഭാവിയിലായാലും നരേന്ദ്രമോദിക്ക് ആണ് വോട്ട്. അതിലുപരിയായിട്ട് മോദിജിയും അമിത്ഷായും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെന്ന് അവരിലേക്ക് ഇന്ന് കുറച്ച് കൂടുതൽ അവരിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഇൻ ഫിംഗർ ടിപ്സ് ആണെന്ന്. നേരത്തെ ഇത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നല്ല. ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ അത് അപ്പോൾ തന്നെ മനസ്സിലാവും എന്തെല്ലാമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തത്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതല്ലല്ലോ. ഇത് സാധാരണക്കാരായിട്ടുള്ള കോടാനുകോടികളായിട്ടുള്ള ഇവിടുത്തെ ഭാരതത്തിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്താണ്. മാറ്റമുണ്ടാകും. മാറ്റം പതിയാണ്. ചേഞ്ച് വളരെ പതിയെ വന്നു. ഇന്ന് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ കർഷക പെൻഷൻ കൊടുക്കുക, അതായത് കർഷകർക്ക് കിട്ടിയിരിക്കുന്ന തുക അത് 25ാമത്തെ ഗഡു 50,000 രൂപ കിട്ടിയത് കർഷകർക്ക്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള കർഷകർക്കല്ല. അന്ന യോജന കൊടുത്തത്, അതുപോലെ തന്നെ ഉജ്ജ്വല യോജന, ഇതൊന്നും ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആൾക്കാണോ? ഇല്ല. ഇത് ജനങ്ങൾ തിരിച്ചുറങ്ങി ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയെ ആക്സെപ്റ്റ് ചെയ്തു. അത് തന്നെയാണ് സത്യം.